ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലാ വലിയ വാഹന നിർമ്മാണ കമ്പനികളും അവരുടേതായിട്ടുള്ള ഓതറൈസ്ഡ് യൂസർ ഷോറൂം കൂടി നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ കമ്പനിക്കാർ ഓതറൈസ്ഡ് യൂസർ ഷോറൂമുകൾ നടത്തുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കാതെ വളരെ വിശ്വാസമായിട്ട് യൂസ്ഡ് കാറുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു മേഖല എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം, ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും പല കച്ചവടക്കാരും നടത്തുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മോചനമാണ് ഇതുപോലെയുള്ള വലിയ കമ്പനികളുടെ ഓതറൈസ്ഡ് യൂസർ ഷോറൂം. ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, ഈ മേഖലയെ കുറിച്ചിട്ടൊന്ന് പറയുന്നു എന്ന് മാത്രം. ഇങ്ങനെയുള്ള വലിയ കമ്പനികളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഷോറൂമിൽ നിന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ വേറെ തരത്തിലുള്ള ഹൈഡ് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ ആളുകളുടെ തലയിൽ കെട്ടിവെക്കുക, അങ്ങനെയുള്ള പരിപാടിയൊന്നും ഉണ്ടാവില്ല. എല്ലാ ചെക്ക് പോയിന്റ് കാര്യങ്ങളും നോക്കി എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് കമ്പനിയിൽ നിന്ന് തന്നെ മാറ്റിയിട്ടാണ് വാഹനങ്ങൾ സെയിലിന് വെക്കുക. അപ്പോൾ ഇന്ന് ഞാനുള്ളത് അതുപോലെ നമുക്ക് വാഹനങ്ങൾ വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഷോറൂമിലാണ്. ടൊയോട്ട കമ്പനിയുടെ ഓതറൈസ്ഡ് യൂസ്ഡ് ഷോറൂമായിട്ടുള്ള യൂട്രസ് എന്ന് പറയുന്ന ഷോറൂമിലാണ്. അതായത് നിപ്പോൺ ടൊയോട്ടയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന യൂട്രസ് ഷോറൂം. കറക്റ്റ് ലൊക്കേഷൻ തൃശ്ശൂർ പുഴക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ ശോഭ സിറ്റി ഒക്കെ ഉണ്ട്, അതിനോട് ചേർന്നിട്ടാണ് ഷോറൂം ഉള്ളത്. ഈ ഷോറൂമിൽ ഇപ്പോൾ നമ്മുടെ നിപ്പോൺ ടൊയോട്ടയുടെ ഷോറൂമാണെന്ന് വിചാരിച്ചിട്ട് ടൊയോട്ട വാഹനങ്ങൾ മാത്രമല്ല, എല്ലാത്തരം വാഹനങ്ങളും, അതായത് മൾട്ടി ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുടെ നിരവധി വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. ക്വാളിറ്റി വാഹനങ്ങളാണ്. ടൊയോട്ട കമ്പനിയുടെ ഓതറൈസ്ഡ് ഷോറൂമിൽ നിന്ന് ടൊയോട്ട വാഹനങ്ങൾ എടുക്കുമ്പോൾ 2 വർഷം വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് വാഹനങ്ങൾ എടുക്കാമെന്നാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അപ്പോൾ എന്തായാലും നിലവിലുള്ള എല്ലാ വാഹനങ്ങളും ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ എത്തിക്കുകയാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഷോറൂമിലേക്ക് വരാൻ പറ്റുന്നവരാണെങ്കിൽ, അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ വന്ന് നോക്കുക, ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് ഒക്കെ ആണെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക. അപ്പോൾ എന്തായാലും ഇവർ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരും. നിലവിൽ ഏതൊക്കെ വാഹനങ്ങളുണ്ട്, എന്താണ് വില, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി തരാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വാഹനപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള ഇന്നോവ അല്ലേ, ഇത് ഡീറ്റെയിൽസ് തന്നെ തന്നെ. ഇത് 2013 മോഡലാണ്. സിംഗിൾ ഓണർ, 85,000 കിലോമീറ്റർ കമ്പനി സർവീസുള്ള വണ്ടിയാണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതാ വേരിയന്റ്? ഇത് G4 ആണ്. G4. ഓക്കെ. ഇത് റേറ്റ് വന്നിട്ട് 10,50,000 രൂപ. 10,50,000 രൂപ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്. ഈ പറഞ്ഞ പോലെ നമുക്ക് അതിലൊരു 15 രൂപ ഡിസ്കൗണ്ടും കാര്യങ്ങളുണ്ടാവും. ഡിസ്കൗണ്ട് കൊടുക്കാവുന്നതാണ്, ചെയ്ത് കൊടുക്കാം. ഓക്കെ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇത് എറ്റിയോസ് ലീവ 2016 മോഡൽ G ആണ് വേരിയന്റ് വരുന്നത്. പെട്രോൾ ആണ് വണ്ടി. 57,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ഉണ്ടോ? ഹിസ്റ്ററി കാര്യങ്ങളുണ്ട്. 6 മാസത്തെ വാറണ്ടി ഉള്ള 6 മാസത്തെ വാറണ്ടി ഉണ്ട്. പിന്നെ ഇപ്പോൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഈ പറയുന്ന വാറണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഇൻഷുറൻസും കാര്യങ്ങളും പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് ചോദിക്കുന്ന വില 4,50,000. 4,50,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് അല്ലേ? 6 മാസത്തെ വാറണ്ടി. 6 മാസത്തെ വാറണ്ടി. ഇത് എത്തിയോസ് ലീവ വീണ്ടും നമ്മൾ നേരത്തെ വേറെ കളർ പരിചയപ്പെട്ടു. ഇപ്പൊ വേറെ ഗ്രേ കളറാണ്. 2014 മോഡൽ, 58,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. സിംഗിൾ ഓണർ 58,000 കിലോമീറ്റർ. ഏത് വേരിയന്റ് ഏതാ? ഇത് GN ആണ് വേരിയന്റ്. GN പെട്രോൾ എഞ്ചിൻ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അല്ലേ? എല്ലാ ഹിസ്റ്ററിയും കാര്യങ്ങളുള്ള വണ്ടിയാണ്. അപ്പൊ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ അല്ലേ? ടയർ കാര്യങ്ങൾ കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഇൻഷുറൻസ് സെപ്റ്റംബർ വരെയുണ്ട്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് 4,10,000 ആണ് ചോദിക്കുന്നത്. 4,10,000. ഇത് 2015 എറ്റിയോസ് ക്രോസ് ആണ്. ഏത് മോഡൽ? ഇത് 2015 G ആണ് വരുന്നത്. G വേരിയന്റ്. ഓണർഷിപ്പോ? ഇത് സെക്കൻഡ് ഓണർ, 81,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 81,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ. പെട്രോൾ ഡീസലാ? പെട്രോൾ ആണ്. ഇതിന് 6 മാസത്തെ എഞ്ചിൻ വാറണ്ടി, ഗിയർ ബോക്സ്, ഡ്രൈവ് ലൈൻ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. 6 മാസത്തെ വാറണ്ടി നിങ്ങൾ ഈ വാഹനത്തിന് കൊടുക്കുന്നുണ്ടല്ലേ? ഇത് ഏതാ വേരിയന്റ്? G എന്നല്ലേ? G. അതിൽ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ അലോയിലൊക്കെ വരുന്ന വാഹനമല്ലേ? അതെ, അലോയിലും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം പക്കയാണോ? ഇൻഷുറൻസ് ഒക്കെ അപ്ഡേറ്റഡ് ആണ്. ഓക്കെ. ഇത് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 4,30,000 രൂപ. 4,30,000 ചോദിക്കുന്ന പ്രൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ മാസം വാഹനം എടുക്കുകയാണെങ്കിൽ. പിന്നെ 6 മാസത്തെ വാറണ്ടി ഉണ്ട്. ഇത് 2012 മോഡലാണ്. എത്തിയോസ് ഡീസലാണ് വണ്ടി. GD 1,34 ഓട്ടം, സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി, 1,34 കിലോമീറ്റർ ഓട്ടം, ഡീസൽ വാഹനല്ലേ? കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അല്ലേ? കമ്പനി സർവീസും കാര്യങ്ങളുള്ള വണ്ടി. സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. പിന്നെ വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നും? ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് 3,80,000 രൂപ. 3,80,000 ചോദിക്കുന്ന പ്രൈസ് ആണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ ഇതിലും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റൂലേ? അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡീസൽ വാഹനങ്ങളൊക്കെ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്, പ്രത്യേകിച്ചിട്ട് നമ്മുടെ ടൊയോട്ടയുടെ ഡീസൽ വാഹനങ്ങൾ. അപ്പോൾ അതുപോലെയുള്ള വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് വീട്ടിൽ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ തൃശ്ശൂർ പുഴക്കലുള്ള ടൊയോട്ടയുടെ യൂട്രസ് എന്ന് പറയുന്ന ഓതറൈസ്ഡ് യൂസർ ഷോറൂമിലാണ് വാഹനം ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ഈ മാസം എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളുണ്ട്. അടുത്തായിട്ട് ഫാമിലി കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടപ്പെട്ടവനായിട്ടുള്ള മാരുതിയുടെ സെലേറിയോ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2017 മോഡലാണ്. സിംഗിൾ ഓണർ, 21,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ വണ്ടി. ഓടിക്കുന്ന കിലോമീറ്റർ 21,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. അത് കമ്പനി സർവീസും കാര്യങ്ങളും പക്കല്ലേ? കമ്പനി സർവീസും കാര്യങ്ങളുണ്ട്. ഇത് ഏതാ വേരിയന്റ്? VXI ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഉള്ളും പുറമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനമാണ്.
ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 3,60,000 രൂപ. 3,60,000 ചോദിക്കുന്ന പ്രൈസ്. ഈ മാസം എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളുണ്ട്, ചോദിച്ചു വാങ്ങും. ഹ്യുണ്ടായിയുടെ i20 ഡീറ്റെയിൽസ് ആണ് തന്നെ. ഇത് 2018 മോഡലാണ്. ആസ്റ്റ 84,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 84,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. പെട്രോൾ ഡീസലാ? പെട്രോൾ വണ്ടി അല്ലേ? കമ്പനി കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, മേജർ കംപ്ലൈന്റ്സ് ആക്സിഡന്റ് ഒന്നുമില്ല. ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ഈ ഒരു വേരിയന്റ് ഏതാന്ന് പറഞ്ഞു? ആസ്റ്റ, അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അലോയ് വീല്, നല്ല കണ്ടീഷൻ ടയേഴ്സ്, അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാനാണ്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,40,000 രൂപ. 5,40,000 ചോദിക്കുന്ന പ്രൈസ് അല്ലേ? ഇത് ഇൻഷുറൻസ് കഴിഞ്ഞിരിക്കുകയാണ്, നമ്മൾ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തു തരും. ഇത് 2019 മോഡൽ 1.2 VXI ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓണർ 44,000 കിലോമീറ്റർ ഓടി. 44,000 കിലോമീറ്റർ ഓട്ടോ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. VXI എന്ന് പറയുന്ന വേരിയന്റിൽ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിൽ സീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 90% ടയേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം ക്ലിയർ. ഇൻഷുറൻസ് ഒക്കെ അപ്ഡേറ്റഡ് ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് ചോദിക്കുന്നത് 4,90,000. 4,90,000 രൂപ ചോദിക്കുന്ന പ്രൈസ്. ഈ മാസം, അതായത് ഏപ്രിൽ മാസം ആണ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും കൊടുക്കാൻ പറ്റും. ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. 2019 മോഡല് ഗ്ലാൻസ വി ഓട്ടോമാറ്റിക് ആണ്. വി ഓട്ടോമാറ്റിക്. വി എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. 62,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടി. ഇത് പെട്രോൾ ഡീസലാ? പെട്രോൾ ആണല്ലേ? ഇത് കമ്പനി സർവീസും കാര്യങ്ങളെല്ലാം എല്ലാം കമ്പനി സർവീസും കാര്യങ്ങളാണ്. എല്ലാം ഉണ്ട്. ഓക്കെ. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അലോയ് വീല്, അതുപോലെ തന്നെ 80% ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി കസ്റ്റമർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല, ഇതെടുത്തിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫുൾ ഓപ്ഷൻ ആണ്. ഇൻഷുറൻസ് കാണാൻ ക്ലിയർ അല്ല? നവംബർ വരെ ഇൻഷുറൻസ് ഉണ്ട്. ഓക്കെ. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസോ? ഇത് 7,50,000. 7,50,000 രൂപ ചോദിക്കുന്ന പ്രൈസ്. ഇതിൽ ഈ മാസം വാന എടുക്കുകയാണെങ്കിൽ ഇവർ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 20,000 രൂപ വരെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മാസം എടുക്കുമ്പോൾ മാത്രമേ ഈ ഓഫർ കിട്ടുള്ളൂ. ഇനി സമയം വൈകിപ്പിക്കേണ്ട. എന്തായാലും എടുക്കാൻ നിൽക്കുന്നവർ വാഹനങ്ങൾ പരമാവധി വേഗത്തിൽ തന്നെ എടുക്കുക. നമ്മുടെ തൃശ്ശൂരാണ് ലൊക്കേഷൻ വരുന്നത്. കോൺടാക്റ്റിൽ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു. ഇത് എത്തിയോസ് ലീവ് അല്ലേ? അതെ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2014 മോഡലാണ്. പെട്രോള് G വേരിയന്റ് ആണ് വരുന്നത്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 89,000 കിലോമീറ്റർ ഓടി. 89,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള വെഹിക്കിൾ ആണ്. സിംഗിൾ ഓണർ വണ്ടി. പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? അതെ, ഫുൾ കവർ പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഓക്കെ. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, ടയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നിലവിൽ സ്ക്രാച്ചോ തട്ടമുട്ടോ ഒന്നുമില്ല. ക്വാളിറ്റി വെഹിക്കിൾ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 3,95 ചോദിക്കുന്ന പ്രൈസ് അല്ലേ? ഇത് 2016 എക്സ്പ്രോസ് സിഗ്മ വേരിയന്റ് അല്ലേ? ഡീസൽ 58,000 കിലോമീറ്റർ ഓടി വണ്ടി. ഡീസൽ വാഹനമാണല്ലേ? 58,000 കിലോമീറ്റർ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? പേപ്പേഴ്സ് എല്ലാം നിലവിൽ ക്ലിയർ അല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. പേപ്പേഴ്സ് ഒക്കെ എല്ലാം ക്ലിയർ ആണ്. വേറെ തട്ടമുട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ല. കണ്ടീഷൻ വാഹനമാണ്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ വിത്ത് അലോയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? കസ്റ്റമർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. കമ്പനി അലോയിൽ ചെയ്തതാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 6,25 ചോദിക്കുന്ന പ്രൈസ്. ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അടുത്തായിട്ട് ഹോണ്ട കമ്പനിയുടെ അമേസ് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2015 മോഡൽ EX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. EX വേരിയന്റ്. പെട്രോള് 92,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ വണ്ടി. 92,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഉത്ഭവമൊക്കെ നല്ല നീറ്റ് ആയിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ തട്ടമുട്ടോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 2,80,000 രൂപ. 2,80 ചോദിക്കുന്ന പ്രൈസ് അല്ലേ? ഈ പറഞ്ഞ പോലെ നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല? ഡിസ്കൗണ്ട് നോക്കി. അടുത്തത് ഹോണ്ടയുടെ ജാസ്. ഇപ്പൊ നിലവിൽ നല്ല ക്വാളിറ്റി വാഹനം സ്റ്റോക്ക് ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2015 VX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. പെട്രോള് 95,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർ വണ്ടി. പെട്രോൾ 95,000 കിലോമീറ്റർ അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? അപ്ഡേറ്റഡ് ആണ്. ഇത് വേരിയന്റ് ഏതാന്ന് പറഞ്ഞാൽ? VX അല്ലേ? അലോയിലും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം തന്നെയാണല്ലേ? വേറെ ഒന്നും അഡീഷണൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഈ വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 4,25,000 രൂപ. 4,25 ചോദിക്കുന്ന പ്രൈസ്. ഇത് 2011 മോഡല്. തേർഡ് ഓണർ. 1 lakh കിലോമീറ്റർ ഓടിയ പെട്രോൾ ലിവ G വേരിയന്റ് ആണ് വരുന്നത്. പെട്രോൾ 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? തേർഡ് ഓണർ. ടയറും കാര്യങ്ങളൊക്കെ പുതിയതാണ്. വിത്ത് അലോയിലൊക്കെ വരുന്ന ഒരു വാഹനം തന്നെ. അത് കസ്റ്റമർ അഡീഷണൽ ചെയ്താവില്ലേ? ഓക്കെ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 2,80,000. 2,80,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. അടുത്തായിട്ട് വീണ്ടും ഒരു മൈക്രോ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2013 സിംഗിൾ ഓണർ ബേസ് ഓപ്ഷൻ XC എന്ന് പറഞ്ഞ വേരിയന്റ്. ബേസ് ഓപ്ഷൻ വണ്ടിയാണ്. ബേസ് ഓപ്ഷൻ 1,23 ഓടിയേക്കുന്നത്. പെട്രോൾ 1,23 ഓട്ടോ അല്ലേ? വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? 13 മോഡലാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. പിന്നെ കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബഡ്ജറ്റ് വെഹിക്കിൾ ആണ്. 2 ലക്ഷമാണ് ചോദിക്കുന്നത്. 2 ലക്ഷം രൂപയാണ് ചോദിക്കുന്നതല്ലേ? ഇത് ഹോണ്ട BRV V CVT ഓട്ടോമാറ്റിക് ആണ്. പെട്രോള് 7 സീറ്റർ വെഹിക്കിൾ ആണ്.
7 സീറ്റർ ആണ്, ഓട്ടോമാറ്റിക് ആണല്ലേ? എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാൽ? ഇത് 72,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണല്ലേ? ഇതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ, എല്ലാം ക്ലിയർ ആണ്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 7,75,000 രൂപ. 7,75,000 ചോദിക്കുന്ന പ്രൈസ്. ചെറിയ രീതിയിൽ മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ മാസം എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഡിസ്കൗണ്ടും കാര്യങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് 2017 മോഡൽ ടിഗോർ എക്സഡ് എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ ആണല്ലേ? 48,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. 48,000 കിലോമീറ്റർ. ഇത് പെട്രോൾ ഡീസലാ? ഇത് പെട്രോൾ വണ്ടിയാണല്ലേ? ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 3,65,000. 3,65,000 ചോദിക്കുന്ന പ്രൈസ് അല്ലേ? ഇത് ഹ്യുണ്ടായിയുടെ i10. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് 2010 മോഡലാണ്. സെക്കൻഡ് ഓണർ. 1,22,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സ്പോർട്സ് എന്ന് പറയുന്ന വേരിയന്റ് അല്ലേ? ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ഈ സ്പോർട്സിൽ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല? ഫീച്ചേഴ്സും കാര്യമാണ്. ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ള ഓപ്ഷനാണ് വരുന്നത്. ഓക്കെ. ഇത് റേറ്റ് വന്നിട്ട് 1,20,000 രൂപ. ഒരു ലോ ബജറ്റ് വാഹനങ്ങൾ അന്വേഷിച്ചിരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന നല്ല കണ്ടീഷൻ വാഹനം. ഇത് 2018 ഡീസലാണ് വണ്ടി. സ്വിഫ്റ്റ് ഡീസൽ. 2018 മോഡൽ സ്വിഫ്റ്റ് ഡീസൽ VDI ആണ് വണ്ടി. 1,03,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. കമ്പനി സർവീസ് 1,00,000 വരെ കമ്പനി സർവീസ് ഉണ്ട് വണ്ടി. 1,00,000 വരെ കമ്പനി സർവീസ് ഉണ്ട്. ഡീസൽ വാഹനം ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചിട്ടുണ്ട്. കാരണം കമ്പനി തന്നെ നിർത്തിയിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,80,000. 5,80,000 രൂപ ചോദിക്കുന്ന പ്രൈസ് അല്ലേ? ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം പക്ക, എല്ലാം അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നിലവിൽ കണ്ടീഷൻ വാഹനമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ മാസം എടുക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ മുന്നേ 15,000 രൂപ വരെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കൊടുക്കും.